ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് അപ്ഡേറ്റിലാണ്. നമ്മുടെ മസ്താനിക്ക് പണിഷ്മെന്റ് കിട്ടിയിരിക്കുകയാണ്. പണിഷ്മെന്റ് അടുത്ത 2 ആഴ്ച നോമിനേഷനിൽ വരും എന്നുള്ളതാണ്. ഓൾറെഡി ഒരാഴ്ച ബിഗ് ബോസ് ഡയറക്റ്റ് നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു വൈൽഡ് കാർഡുകളിൽ 4 പേരെ. അപ്പോൾ അതിൻ്റെ അടുത്ത ഒരാഴ്ചയും ഡയറക്റ്റ് മസ്താനി നോമിനേഷനിൽ വരും. രണ്ടാമത്തെ കാര്യം, മസ്താനി പുറത്തുനിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊന്നും കിട്ടില്ല. പെട്ടി ബിഗ് ബോസ് എടുത്ത് മാറ്റാണ്. സോ ഇതാണ് മസ്താനിക്ക് കൊടുത്ത പണിഷ്മെന്റ്. അതിന്റെ റീസൺ മെയിനായിട്ട് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറഞ്ഞു എന്നുള്ളത് തന്നെയാണ്. പുറത്തെ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്നുള്ള നിയമലംഘനം. ഇത് എല്ലാ സീസണിലും സംഭവിക്കുന്നതാണ്. വൈൽഡ് കാർഡുകൾ വന്ന് പുറത്തെ കാര്യങ്ങൾ അകത്ത് പറഞ്ഞാൽ ഇത്തരം പണിഷ്മെന്റുകൾ അവർക്ക് കിട്ടാറുണ്ട്. ഇത്തവണ പണിപ്പുരയും പണിയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു വിഷയമായതുകൊണ്ട് അവർ കൊണ്ടുവന്ന ഡ്രസ്സുകൾ കൂടി ആ പെട്ടി കൂടി എടുത്ത് മാറ്റുന്നു എന്ന് മാത്രം. പക്ഷേ മസ്താനിക്ക് വന്ന ഒരാഴ്ച ഒരു ഇമ്പാക്റ്റ് വീട്ടിനകത്ത് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. നമ്മളിത് പറയാതിരുന്നിട്ട് കാര്യമില്ല. എന്ന് വെച്ചാൽ നെഗറ്റീവ് ഗെയിം ആയാൽ പോലും മസ്താനി ബിഗ് ബോസ് വീടിനകത്ത് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെയുള്ള സകലരും മസ്താനിക്കെതിരാണ്. വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ പരാതികൾ എഴുതിയത് മസ്താനിക്കെതിരാണ്. സോ അതിൻ്റെ അർത്ഥം മസ്താനി വന്ന് കയറി ആദ്യ ആഴ്ചയിൽ തന്നെ അവിടെ കളിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഹൗസിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മസ്താനിക്കെതിരെ പരാതി പറഞ്ഞത്. എനിക്ക് മസ്താനിയിൽ തോന്നിയ ഒരു പോസിറ്റീവ് കാര്യം, ആരെയും പേടിയില്ല, ആരെയും കൂസാതെ പ്രതികരിക്കുന്ന ഒരാളാണ്. അത് ബിഗ് ബോസിനകത്ത് അങ്ങനെയുള്ള കണ്ടസ്റ്റൻസ് വളരെ അത്യാവശ്യമുള്ളതാണ്. പക്ഷേ ഓഡിയൻസിന്റെ സപ്പോർട്ട് നേടാൻ പറ്റുമെന്നുള്ളത് എനിക്കറിയില്ല. ബട്ട് ഗെയിമിനെ വിലയിരുത്തുമ്പോൾ നിഷ്പക്ഷമായിട്ട് നമ്മൾ നോക്കി കാണുമ്പോൾ മസ്താനി ഒരു ബി മെറ്റീരിയൽ കണ്ടസ്റ്റന്റ് ആണെന്നുള്ളതിൽ ഒരു തർക്കവുമില്ല. കാരണം ആരെയും ഭയമില്ലാതെ എന്തും സംസാരിക്കാനും ആരുടെ മുമ്പിൽ നിന്നും ഗെയിം കളിക്കാനും വോട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ആരെയും സുഖിപ്പിച്ച് നിൽക്കാതെ അല്ലെങ്കിൽ പുറത്താകുമെന്ന് പേടിച്ച് ഗെയിം കളിക്കാതെ ഒതുങ്ങിക്കൂടാതെ പറയാനുള്ളത് നല്ലതോ ചീത്തയോ അത് എല്ലാം ഒന്നും ശരിയൊന്നും ആണെന്ന് ഞാനും പറയുന്നില്ല. പക്ഷേ ഉള്ളത് പറഞ്ഞ് ശക്തമായി പറഞ്ഞ് പ്രതികരിച്ച് നിന്ന് ഗെയിം കളിക്കുക